ലോക ഫുട്ബോൾ വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകണം. ലോക ഫുട്ബോളിൽ ബ്രസീലിന് നിറം മങ്ങിയ തുടക്കം. ഒരുപക്ഷെ ആരാധകർ കാത്തിരുന്ന ഏറ്റവും ആവേശകരമായ ഒരു പോരാട്ടത്തിലാണ് ബ്രസീൽ അവരെ നിരാശപ്പെടുത്തിയത്. ഗ്ലാമർ പോരാട്ടത്തിൽ മൊറോക്കോ 1-1 ബ്രസീലിനെ സമനിലയിൽ തളച്ചത്. 21-ാം മിനിറ്റിൽ ബ്രസീലിനെ ഞെട്ടിച്ച് ഇസ്മായിൽ സായിബാരിയിലൂടെ മൊറോക്കോ ലീഡ് സ്വന്തമാക്കിയപ്പോൾ ബ്രസീൽ ആരാധകരുടെ നെഞ്ചൊന്നിടിച്ചു. തുടർന്ന് 32-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ എന്ന അവരുടെ താരം സമനില ഗോൾ നേടിയപ്പോഴാണ് അല്പം ഒരു ആശ്വാസമായത്. പിന്നീടുള്ള മിനിറ്റുകളിൽ ബ്രസീലും മൊറോക്കോയും വലിയ ആക്രമണ ഫുട്ബോൾ കാഴ്ചവെച്ചു. പക്ഷേ ഗോളുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ നിരാശയോടെയാണ് ബ്രസീൽ ടീം അംഗങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങിയത്. സ്വിറ്റ്സർലൻഡിനെ സമനിലയിൽ തളച്ച ഖത്തർ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു പോയിന്റ് സ്വന്തമാക്കുന്നതും ഇന്നലെ കണ്ടു. ഹെയ്ത്തി സ്കോട്ട്ലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എൽദോ പോൾ പുതുശ്ശേരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. എൽദോ, ഈ ബ്രസീൽ ആരാധകരുടെ ഒരു വല്ലാത്ത നിരാശ അത് പ്രകടമായിരുന്നു. കാരണം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആരാധകർ ബ്രസീലിനുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഉറക്കവളച്ചൊക്കെ ഈ പറഞ്ഞ മത്സരം കണ്ട ആളുകൾക്ക് വലിയ നിരാശയായി. ആദ്യമൊന്നും നെഞ്ചിടിച്ചുവെങ്കിലും സമനില ഒരു ആശ്വാസമായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ എൽദോ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എവിടെ നിന്നാണോ ഖത്തറിൽ മൊറോക്കോ അവസാനിപ്പിച്ചത്, അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ലോകകപ്പിലും മൊറോക്കോ തുടരുന്നത് എന്ന് വേണം പറയാൻ. ഖത്തറിൽ ലൂസേഴ്സ് ഫൈനലിലെത്തിയാണ് മൊറോക്കോ ആ ലോകകപ്പിലെ ടീമുകളിൽ ഏറ്റവും മികച്ച സംഘങ്ങളിൽ ഒന്നായി മാറിയത്. ഈ മത്സരം ബ്രസീലിന് എളുപ്പമാകില്ല എന്ന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ അത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മൊറോക്കോ മത്സരത്തിന്റെ ആദ്യ വിസിൽ മുതൽ കളിച്ചു തുടങ്ങിയതും. രസകരമായിട്ടുള്ള കാര്യം, ആദ്യ 10 മിനിറ്റിൽ ബ്രസീലിനെ നിലം തൊടിയിച്ചില്ല മൊറോക്കോ. ഏതാണ്ട് 75% ബോൾ പൊസിഷനും മൊറോക്കോയുടെ ഭാഗത്തുനിന്നായിരുന്നു. അത്രമാത്രം ബ്രസീലിനെ വിറപ്പിച്ച് ആണ് മൊറോക്കോ ആദ്യ സമയങ്ങളിൽ കളിച്ചത്. പിന്നീട് ഈ മെല്ലെ മെല്ലെ താളം കണ്ടെത്തുന്ന ബ്രസീലിന്റെ ഒരു രീതി തന്നെയാണ് ഇന്നലെയും കണ്ടത്. അതായത് ഈ രാത്രിയിലും ബ്രസീൽ അത്തരത്തിലാണ് കളിച്ചത്. ആദ്യ സമയങ്ങളിൽ മൊറോക്കോ ബ്രസീലിനെ അനങ്ങാൻ അനുവദിച്ചില്ല എങ്കിൽ പക്ഷേ മെല്ലെ ബ്രസീൽ മത്സരത്തിലേക്ക് തിരിച്ചെത്തി. ഒരുപക്ഷെ ആദ്യത്തെ ഏറ്റവും മികച്ച നീക്കം നടത്തിയതും ബ്രസീലാണ് 14-ാം മിനിറ്റിൽ. പക്ഷേ ഗോൾ വീണത് അത് നേരെ മറിച്ച് മൊറോക്കോയുടെ ഭാഗത്തുനിന്നാണ്. സായിബരി ബ്രസീലിനെ കാനറികളെ ഞെട്ടിച്ചുകൊണ്ട് ഏതാണ്ട് 80,000 പേരാണ് ആ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞത്. ആ സ്റ്റേഡിയത്തെ അക്ഷരാർത്ഥത്തിൽ ബ്രസീലിയൻ ആരാധകരെ നിശബ്ദരാക്കി. മൊറോക്കൻ ആരാധകരെ സ്ഫോടനാത്മകമായിട്ടുള്ള ആരവങ്ങളിലേക്ക് നയിച്ച സായിബരി 21-ാം മിനിറ്റിൽ മൊറോക്കോയെ മുന്നിലെത്തിച്ചു. പിന്നീട് വിനീഷ്യസ് ജൂനിയർ 32-ാം മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അതൊരു ടീം ഗോൾ ആയിരുന്നില്ല. വിനീഷ്യസ് ജൂനിയറിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരു അസാധ്യമായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്ന് വിനീഷ്യസ് ജൂനിയർ തൊടുത്ത ഷോട്ടാണ് മൊറോക്കൻ വലയിലെത്തി ആ സമനിലയിലേക്ക് ബ്രസീലിനെ എത്തിച്ചത്. അതായത് 50-ാമത്തെ മത്സരമാണ് വിനീഷ്യസ് ജൂനിയറിന്. അങ്ങനെ രാജ്യത്തിന് വേണ്ടി 10ാമത്തെ ഗോൾ നേടി വിനീഷ്യസ് ജൂനിയർ എന്തുകൊണ്ടാണ് താൻ ബ്രസീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായി മാറാനുള്ള സാധ്യത എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയായിരുന്നു. നമ്മൾ റയൽ മാഡ്രിഡ് ടീമിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഗോളുകളെ ഓർമ്മിപ്പിക്കും വിധത്തിലായിരുന്നു വിനീഷ്യസ് ജൂനിയറിൻ്റെ ഇന്നലത്തെ ഈ പുലർച്ചയിലെ ആ ഗോൾ. എന്താണെങ്കിലും ബ്രസീൽ ആരാധകർക്ക് ആശ്വാസം നൽകുന്നതല്ല, ബ്രസീൽ ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു മത്സര ഫലമല്ല. മൊറോക്കോയെ സംബന്ധിച്ചിടത്തോളം മൊറോക്കോയും അത്ര മികച്ച് നിന്നു എന്ന് പറയാൻ കഴിയില്ല. ഖത്തർ ലോകകപ്പിൽ അതിനുശേഷം ബ്രസീലും മൊറോക്കോയും തമ്മിൽ സൗഹൃദ മത്സരം കളിച്ചപ്പോൾ അന്ന് മൊറോക്കോ ജയം സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ മൊറോക്കോയുടെ സാധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ സമീപകാല പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ പുലർച്ചയിലെ മത്സരത്തിൽ അത്രമാത്രം മികവിലേക്ക് മൊറോക്കോയ്ക്കും എത്താൻ കഴിഞ്ഞില്ല എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും ഏറ്റവും ഒടുവിൽ ബോൾ പൊസിഷനിലും ഒക്കെ ബ്രസീൽ കണക്കുകളിൽ ബ്രസീൽ നേരിയ മുൻതൂക്കം നേടിയെങ്കിൽ പോലും മത്സരത്തിന്റെ കൈയിടി നേടിയത് മൊറോക്കോയാണ്. ബ്രസീലിന്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിക്ക് ഒരുപാട് തലവേദന സൃഷ്ടിക്കുന്ന ഒരു മത്സര ഫലമാണ്. കാരണം ഇനി അടുത്ത മത്സരം ഹെയ്ത്തിക്കെതിരെയാണ്. ഹെയ്ത്തിക്കെതിരായിട്ടുള്ള മത്സരം അത്ര പ്രയാസകരമായിരിക്കില്ല എന്ന് കരുതാം. പക്ഷേ അവിടെ ജയം അനിവാര്യമാണ് ബ്രസീലിന്. സമനില കൊണ്ട് കാര്യങ്ങൾ ഓടില്ല. മുന്നോട്ട് പോകണമെങ്കിൽ ബ്രസീൽ ലോക കിരീടം തേടിയെത്തുന്നവരാണ്. 6ാം ലോക കിരീടം തേടുന്ന ബ്രസീലിന് ഇനിയുള്ള ഓരോ മത്സരങ്ങളും നിർണായകമാണ് എന്നുള്ളതാണ്. എന്തായാലും ബ്രസീലിന്റെ മധ്യനിര അല്പം പാളിപ്പോയി. വിനീഷ്യസ് ജൂനിയറിന്റെ മികവിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു എടുത്തു പറയത്തക്ക പ്രകടനം അത് ഗോളി ആലിസൺ ബക്കർ ഉൾപ്പെടെയുള്ളവർക്കും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഇനി മലയാളികൾ ആകാംക്ഷ നോക്കിയൊരു മത്സരം ഇന്നലെ രാത്രി നടന്നിരുന്നു രഞ്ജിത്ത്. അതായത് ഖത്തർ സ്വിറ്റ്സർലൻഡ്. അതിൽ മറ്റൊന്നും കൊണ്ടല്ല, മലയാളി താരം തഹ്സീൻ മുഹമ്മദ് ജംഷീദ് അതിൽ കളിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കണ്ണൂരുകാർക്ക്. പക്ഷേ തഹ്സീന് അവസരം നൽകിയില്ല. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുമെന്നുള്ള കാത്തിരിപ്പ് ഉണ്ടായി. അതും സംഭവിച്ചില്ല. എന്താണെങ്കിലും മത്സരത്തിൽ 1-1 സമനിലയാണ്. അവിടെയും സമനില. പക്ഷേ ഏറ്റവും രസകരം അവിടെ ഖത്തറിന്റെ മികവാണ്. ഖത്തർ ആദ്യമായി ലോകകപ്പിൽ ഒരു പോയിന്റ് സ്വന്തമാക്കി എന്നുള്ളതാണ്. ലോകകപ്പ് ചരിത്രത്തിൽ തോൽവി മാത്രം നേരിട്ട ഖത്തർ കഴിഞ്ഞ ആതിഥേയർ
എന്ന ലേബലിൽ ലോകകപ്പിനെത്തിയ ഖത്തർ ഇത്തവണ യോഗ്യത നേടിയെത്തിയ ഖത്തർ 1-1 സമനിലയിൽ, അതും സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിനെ സമനിലയിൽ കുറുക്കി എന്നുള്ളത് വലിയ കാര്യമാണ് ഖത്തറിനെ സംബന്ധിച്ച്. ഖത്തർ അങ്ങനെ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി, അതും ഇഞ്ചുറി ടൈമിൽ. ഫൈനൽ വിസിലിന് തൊട്ട് മുൻപ് ഇഞ്ചുറി ടൈമിലാണ് മൊഹൈമിലൂടെ സമനില ഗോൾ പിടിക്കുന്നത്. അതായത് ഓൺ ഗോളാണത് ഖത്തർ സ്വിറ്റ്സർലൻഡിന് സമ്മാനമായി നൽകി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്നത് ഖത്തർ ആരാധകരാണ്. ഖത്തർ ആരാധകർക്ക് വലിയ ആഘോഷം നൽകുന്ന ഒരു നിമിഷമായിരുന്നു അത്. ഇനി മറ്റൊരു മത്സരം ഇപ്പോൾ പുരോഗമിക്കുന്നത് സ്കോട്ട്ലൻഡും ഹെയ്ത്തിയും തമ്മിലാണ്. സ്കോട്ട്ലൻഡ് ഹെയ്ത്തി മത്സരത്തിൽ സ്കോട്ട്ലൻഡ് ഇപ്പോൾ ഒരു ഗോളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. മഗ്ഗിൻ 28-ാം മിനിറ്റിലാണ് മഗ്ഗിൻ സ്കോട്ട്ലൻഡിന് വേണ്ടി സ്കോർ ചെയ്തത്. ഇപ്പോൾ 36 മിനിറ്റുകൾ പിന്നിട്ടു. 28-ാം മിനിറ്റിൽ മഗ്ഗിനിലൂടെ സ്കോട്ട്ലൻഡ് ഹെയ്ത്തിക്കെതിരെ മുന്നിട്ട് നിൽക്കുന്നു. വിനീഷ്യസ് ജൂനിയർ ഇല്ലായിരുന്നെങ്കിൽ, വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഗോൾ ഇല്ലായിരുന്നെങ്കിൽ ബ്രസീലിന്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ്. 21-ാം മിനിറ്റിന് ശേഷം 32-ാം മിനിറ്റിൽ തിരിച്ചടിക്കുന്നു. അതിനുശേഷമുള്ള മത്സര നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു ഇരു ടീമുകളുടെയും? ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കുന്ന ബ്രസീൽ ടീമിനെ നമുക്ക് കാണാൻ സാധിച്ചോ? നേരത്തെ എൽദോ പറഞ്ഞ പോലെ പല താരങ്ങളുടെയും നിറം മങ്ങിയത് വരും മത്സരങ്ങളിലും ശക്തമായ മത്സരങ്ങളാണല്ലോ ഇനി ബ്രസീലിനെ കാത്തിരിക്കുന്നത്. അതെങ്ങനെ ബാധിക്കും? ബ്രസീലിന്റെ ഇപ്പോഴത്തെ ഫോം ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റുന്നുണ്ടോ? ഉറപ്പായിട്ടും ബ്രസീലിന്റെ ഫോം ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റുന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, എന്നാലും രഞ്ജിത്ത് ചോദിച്ചതുപോലെ ആദ്യ സമയങ്ങളിൽ ബ്രസീൽ പതിഞ്ഞ മട്ടിൽ തുടങ്ങി. പക്ഷേ രണ്ടാം പകുതിയിൽ ബ്രസീൽ നല്ലപോലെ താളം കണ്ടെത്തി എന്ന് പറയണം. അത് ബ്രസീൽ ആരാധകർക്ക് ആശ്വാസമാണ്. അവർ ആദ്യ പകുതിയിൽ ആദ്യം ഗോൾ വഴങ്ങി, പിന്നീട് വിനീഷ്യസ് ജൂനിയർ അത് ഗോൾ മടക്കി. അതിനുശേഷം ഒരുപാട് ആക്രമണങ്ങൾ നടത്താൻ ബ്രസീലിന് സാധിച്ചു. പക്ഷേ പലപ്പോഴും ബ്രസീലിന്റെ ആക്രമണങ്ങൾ മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം പകുതിയിൽ ഒരുപാട് ആക്രമണ ശ്രമങ്ങൾ ബ്രസീലിന്റെ ഭാഗത്തിലുണ്ടായിരുന്നു. നല്ലപോലെ താളം കണ്ടെത്തുകയും ചെയ്തു ബ്രസീൽ രണ്ടാം പകുതിയിൽ. ആദ്യ 10 മിനിറ്റിലാണ് ബ്രസീലിനെ നിലം തൊടാൻ അനുവദിക്കാത്ത രീതിയിൽ മൊറോക്കോ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. നിരന്തരം ബ്രസീലിയൻ ഗോൾ പോസ്റ്റിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സ്വഭാവമായിരുന്നു മൊറോക്കോയുടേത്. പക്ഷേ മൊറോക്കോയുടെ ഈ ഹാർഡ് ടച്ചുകളാണ് മത്സരത്തിൽ അവർക്ക് അല്പം പിന്നിലേക്ക് പോകാനുള്ള സംഭവം സംഭവിച്ചതെന്ന് തോന്നുന്നു. എന്നാലും ഇതിനിടയിൽ ഇഗർ തിയാഗോയുടെ ഹെഡർ വലിയൊരു അവസരം ഒരുക്കി. പക്ഷേ അത് ലക്ഷ്യം കാണാതെ പോയി. പിന്നെ ബ്രസീൽ അതിനുശേഷം മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടു. സൈബരിയെ തടയാൻ ആലിസണും കഴിഞ്ഞില്ല. അങ്ങനെയാണ് മൊറോക്കോയുടെ ഗോൾ വീണത്. പിന്നീട് 32-ാമത്തെ മിനിറ്റിലാണ് വിനീഷ്യസിന്റെ ഗോൾ വരുന്നത്. മൊറോക്കോയുടെ പ്രതിരോധം പലപ്പോഴും പാളുന്നുണ്ടായിരുന്നു വിനീഷ്യസ് ജൂനിയറിന് മുന്നിൽ. അത് വിനീഷ്യസിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. 50-ാമത്തെ മത്സരം കളിച്ച വിനീഷ്യസ് അങ്ങനെ തന്റെ 10-ാമത്തെ ഗോൾ നേടി ഈ ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഈ മത്സരത്തിൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ പകുതിയിൽ മൊറോക്കോ കൂടുതൽ ഡിഫൻസിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ബ്രസീൽ കൂടുതൽ അറ്റാക്കിലേക്ക് പോയി. വിശദമായി തന്നെ ഈ ബുള്ളറ്റിന്റെ അവസാനം എൽദോ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. ഏതായാലും ബ്രസീൽ ആരാധകർക്ക് ഒട്ടും സന്തോഷകരമായ ഒരു മത്സരമായിരുന്നില്ല. സമനില എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം തോൽവിക്ക് തുല്യമാണ്, പ്രത്യേകിച്ച് മൊറോക്കോയെ പോലെയുള്ള ഒരു ടീമിന് മുന്നിൽ.